الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد عباد الله أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ബഹുമാനമുള്ള സത്യവിശ്വാസിനികളെ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് സ്വന്തത്തോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ജീവിതത്തിലുടനീളം അല്ലാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും അനുസരിച്ച് ജീവിക്കാൻ നമുക്കെല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, നാം കഴിഞ്ഞ ഖുതുബയിൽ പ്രബോധനത്തിൻ്റെ ദഅവത്തിൻ്റെ മഹത്വവും അത് എത്രത്തോളം നമ്മൾ ഓരോരുത്തരുടെയും ഉത്തരവാദിത്തവും ബാധ്യതയുമാണ് എന്നും ചെറിയ രീതിയിൽ മനസ്സിലാക്കി. അള്ളാഹുവിൻ്റെ ദീനിലേക്കുള്ള ക്ഷണം, നന്മ കൽപ്പിക്കലും തിന്മ നിരോധിക്കലും അത് മുഅ്മിനീങ്ങൾ ചെയ്യുന്ന വലിയ ഭാരിച്ച ഉത്തരവാദിത്തങ്ങളിൽ ഒന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദായിമാരെ സംബന്ധിച്ച് പറഞ്ഞത് അവരാണ് ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവർ എന്നാണ്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ് വഅമില സാലിഹാ വഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്, അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന ഒരുത്തനേക്കാൾ ഏറ്റവും നല്ല വർത്തമാനം പറയുന്ന മറ്റാരുണ്ട് എന്ന്. അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നവനാണ് ഏറ്റവും നല്ല വർത്തമാനം പറയുന്നവൻ. അവൻ ക്ഷണിക്കുന്നത് അള്ളാഹുവിൻ്റെ ദീനിലേക്കാണ്, റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിലേക്കാണ്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അഹ്സനുൽ ഖൗലായി ദായിയുടെ വാക്കിനെ എടുത്തു പറഞ്ഞത്. വമൻ അഹ്സനു ഖൗലൻ മിമ്മൻ ദഅ ഇലല്ലാഹ്. അതുപോലെ തന്നെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്യുക എന്നുള്ളത്, ഒരാൾക്ക് നന്മ എത്തിച്ചു കൊടുക്കുക എന്നത്, നന്മ കൽപ്പിക്കലും തിന്മ വിരോധിക്കുക എന്നത് ഏറെ സ്ഥാനമുള്ള ഒരു അമലാണ്. നമ്മൾ കഴിഞ്ഞ ഖുതുബയിൽ പറഞ്ഞതുപോലെ
വലിയ വലിയ മഹത്തുക്കൾ ചെയ്ത നൂഹ് നബിയെ പോലുള്ള, മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഈസ അലൈഹി സ്വലാത്തു വസ്സലാമിനെയും ഇബ്രാഹിം നബിയൊക്കെ പോലുള്ള, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പോലുള്ള വലിയ വലിയ ആൾക്കാർ ചെയ്ത അമലാണ് ദഅവത്ത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന ആളെ സംബന്ധിച്ച് പറഞ്ഞത് അദ്ദാലു അലൽ ഖൈരി കഫാഇലി, നന്മ അറിയിച്ചു കൊടുക്കുന്ന ആൾ അത് പ്രവർത്തിച്ച ആളെ പോലെയാണ് എന്ന്. ഒരാൾ ഒരു ഖൈറിലേക്ക് ക്ഷണിച്ചാൽ അവൻ്റെ ക്ഷണം സ്വീകരിച്ച് ആരെല്ലാം വന്നുവോ അവരുടെ എല്ലാം പ്രതിഫലം, അവൻ അറിയിച്ചു കൊടുത്ത ആ നന്മ ആരെല്ലാം ചെയ്തോ അതിൻ്റെ എല്ലാം കൂലി ആ ചെയ്തവർക്കൊട്ടും കുറയാതെ തന്നെ അറിയിച്ചു കൊടുത്ത ആൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. പല മഹത്തുക്കളെയും പല ഇമാമുമാരെയും നമ്മുടെ സലഫു സാലിഹ്യങ്ങളിൽപ്പെട്ട വലിയ വലിയ ആൾക്കാരെ ദഅവത്തിനിറക്കിയത് ഈ ഹദീസാണ് എന്നാണ് പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത്. ഒരു കാര്യം അറിയിച്ചു കൊടുത്താൽ അതിലൂടെ കിട്ടുന്ന നേട്ടം അത് വലുതാണ്. പല ഉലമാക്കളും തദ്രീസിന് വേണ്ടി മാറിയിരുന്നത് ഈ ഒരു ഹദീസിൻ്റെ പ്രചോദനമായിട്ടാണ്. പല ആൾക്കാരും സ്വന്തം നാടും വീടും വിട്ട് മറ്റ് നാടുകളിലേക്ക് ദീനിൻ്റെ പ്രബോധനത്തിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടത് ഈ ഹദീസിൻ്റെ പ്രേരകമാണ്. കാരണം ആരെങ്കിലും ഒരാൾക്ക് നന്മ എത്തിച്ചു കൊടുത്താൽ, ഒരു ഖൈർ അറിയിച്ചു കൊടുത്താൽ അതിനെ ഫോളോ ചെയ്യുന്നവരുടെ എല്ലാം കൂലി ഈ അറിയിച്ചു കൊടുത്ത ആൾക്ക് കിട്ടുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നന്മയെ സ്നേഹിക്കുന്ന, നന്മ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന, ഹൃദയത്തിൽ ഒരു ദായി പ്രവർത്തിക്കുന്ന ഏതൊരാളും അവന് കിട്ടുന്ന നന്മ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളും, വ്യഗ്വത കാണിക്കും. കാരണം അവന് നേടുന്ന നേട്ടം, അവൻ അതിലൂടെ കിട്ടുന്ന പ്രതിഫലം, അതിലൂടെ അവൻ നേടിയെടുക്കുന്ന ഹൈറുകൾ വമ്പിച്ചതാണ് എന്നവന് ബോധ്യമുണ്ട്. അവൻ അതിനു വേണ്ടി അതൊരു ഷെയറിലൂടെ ആണെങ്കിൽ പോലും, പണ്ഡിതന്മാർ ആധുനിക കാലഘട്ടത്തിലെ സോഷ്യൽ മീഡിയ ഉപയോഗത്തെ പറ്റി സംബന്ധിച്ച് സംസാരിക്കുമ്പോഴും പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, ഒരു ക്ലാസ് വേറൊരാൾക്ക് അയച്ചു കൊടുക്കുക എന്നുള്ളത് പോലും അത് നന്മ എത്തിച്ചു കൊടുക്കലാണ് എന്നാണ്. ഒരു ടെക്സ്റ്റ് മെസ്സേജ് വേറൊരാൾക്ക് ഫോർവേഡ് ചെയ്യുക എന്നത് പോലും ദഅവത്താണ് എന്നാണ്. അതിലൂടെ ഒരാൾ നന്മ വായിക്കുകയും ഖൈർ പഠിക്കുകയും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്താൽ അതിലൂടെ നമുക്ക് കിട്ടുന്ന നേട്ടം നാം ഏറെ ഇടങ്ങേറ് ചെയ്ത് പണിയെടുത്തിട്ടുണ്ടാകുകയില്ല. നമ്മുടെ റൂമിലിരുന്ന്, നാം ഇരിക്കുന്ന ചെയറിലിരുന്ന് നമ്മുടെ വിരൽ കൊണ്ട് ചിലപ്പോൾ ഫോർവേഡ് ചെയ്തതാകാം, അല്ലെങ്കിൽ നാം ഒരു വോയിസ് ഇട്ടതാകാം, അല്ലെങ്കിൽ നാം കേട്ട ഒരു ഖുതുബ, അല്ലെങ്കിൽ ഒരു പണ്ഡിതൻ്റെ പ്രഭാഷണം, അല്ലെങ്കിൽ ഒരു നന്മ അറിയിക്കുന്ന ഒരു ക്ലാസ് നാമുമായി ബന്ധപ്പെട്ട ഒരാൾക്ക് കേൾപ്പിച്ചു കൊടുത്തതാകാം. അതിലൂടെ നമ്മൾ നേടുന്നത് വമ്പിച്ച പ്രതിഫലങ്ങളാണ് എന്നാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ, നീ കാരണത്താൽ, നിന്റെ വാക്ക് കാരണത്താൽ, നിന്റെ പ്രവർത്തനങ്ങൾ കാരണത്താൽ നിന്നെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരാൾക്ക് ഹിദായത്ത് കൊടുത്താൽ ഖൈറുൻ ലക മിൻ ഹുംരി നഅം, ചുവന്ന ഒട്ടകങ്ങളെക്കാൾ അതിനൊക്കെ ഏറ്റവും ഉത്തമമാണ് എന്ന. ചുവന്ന ഒട്ടകങ്ങൾ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമയായി ഇവിടെ എടുത്തു പറയാനുള്ള കാരണം, അന്ന് അറബികൾ ചുവന്ന ഒട്ടകത്തിനേറെ വില കൽപ്പിച്ചിരുന്നു. വലിയ വലിയ പണക്കാർ വാങ്ങുന്ന ഒട്ടകമാണ് ചുവന്ന ഒട്ടകം. വലിയ മുന്തിയ വിലയുള്ള മുന്തിയ ഇനം ഒട്ടകമാണ് ചുവന്ന ഒട്ടകം. അത് കിട്ടുക എന്നുള്ളത് അന്ന് അറബികൾക്ക് വലിയ സമ്പത്ത് നേടിയതിൻ്റെ ഭാഗമാണ്. ആ ഒരു സമ്പത്തിനെ ഉപമിച്ചുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നീ കാരണത്താൽ ഒരാൾ ഹിദായത്തിലായാൽ അത് നിനക്ക് ചുവന്ന ഒട്ടകങ്ങളെക്കാൾ ഉത്തമമാണ് എന്ന് പരിചയപ്പെടുത്തിയത്. അതായത് ദുന്യവിയായ വസ്തുക്കളിൽ നീ ഏതിനെയാണോ ഏറ്റവും മഹത്വമുള്ളതായി കാണുന്നത്, ആ കാണുന്ന വസ്തുവിനേക്കാൾ ഉത്തമമാണ് നിന്റെ പ്രവർത്തനം കാരണത്താൽ ഒരാൾ ഹിദായത്തിലാകുക എന്നുള്ളത്. നിന്റെ വാക്കോ പ്രവൃത്തിയോ കാരണത്താൽ നീ ചെയ്തു കൊടുത്ത, നീ പ്രവർത്തിച്ച എന്തെങ്കിലും ഒരു പ്രബോധന പ്രവർത്തനത്തിൻ്റെ കാരണത്താൽ അള്ളാഹു ഒരാൾക്ക് ഹിദായത്ത് നൽകുക എന്നുള്ളത്. ഈ ഹദീസിനോട് ചേർത്ത് വായിച്ചുകൊണ്ട് പണ്ഡിതന്മാർ ഉദ്ധരിക്കുന്ന മറ്റൊരു ഹദീസാണ്
ലാ യഹ്ദിയല്ലാഹു ബിക റജുലൻ വാഹിദ ഖൈറുൻ ലക മിനദ് ദുനിയ വമാ ഫീഹാ. നീ കാരണത്താൽ ഒരാളെ അള്ളാഹു ഹിദായത്തിലാക്കിയാൽ അത് നിനക്ക് ദുനിയാവും ദുനിയാവിലുള്ള സകലതും കിട്ടുന്നതിനേക്കാൾ ഉത്തമമാണ് എന്നാണ്. പ്രിയമുള്ളവരെ, ആലോചിച്ച് നോക്ക്. നാം എത്തിച്ചു കൊടുക്കുന്ന, നാം പറഞ്ഞു കൊടുക്കുന്ന ഒരു നന്മയിലൂടെ നാം നേടിയെടുക്കുന്നത് ദുനിയാവും ദുനിയാവിലുള്ള സകലതിനേക്കാളും ഉത്തമമായ കാര്യമാണ് എന്നാണ്. നമ്മുടെ സംസാരത്തിലൂടെ, നമ്മുടെ പ്രവർത്തനങ്ങളിലൂടെ, നമ്മുടെ ദഅവത്തിലൂടെ ഒരാൾ സത്യം മനസ്സിലാക്കിയിട്ടുണ്ട് എങ്കിൽ, ഹക്കിലേക്ക് വന്നിട്ടുണ്ട് എങ്കിൽ അത് നമ്മൾ നേടുന്ന ഏറ്റവും വലിയ കാര്യമാണ് എന്നാണ് ഈ ഹദീസുകളിലൂടെ നാം വായിച്ചെടുക്കേണ്ടത്. അതുകൊണ്ട് തന്നെ പ്രബോധനം എന്നത്, ദഅവത്ത് എന്നത് നമ്മുടെ ഉള്ളിൽ പ്രവർത്തിക്കുന്ന ഒരു വികാരമായി മാറണം. നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഒരു ദായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം. നമുക്ക് സാധിക്കും വിധം ഒരു നന്മ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ നമുക്ക് സാധിക്കണം. അതിനു വേണ്ടിയാകണം നമ്മുടെ പഠനം. നാം നമ്മുടെ സമയവും സമ്പത്തും ആരോഗ്യവും ചെലവ് ചെയ്യേണ്ടത് ഈ ഒരു കാര്യത്തിന് വേണ്ടിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആവേശം കൊള്ളിക്കുന്ന സംസാരത്തിൽ നിന്നും ആവേശം കൊണ്ട് അന്ന് സഹാബാക്കൾ ലോകത്തിൻ്റെ നാനാ ദിക്കുകളിലേക്ക് പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയി. ബല്ലിഗു അന്നി വലൗ ആയ, എന്നിൽ നിന്നും ഒരായത്തെങ്കിലും നിങ്ങൾ എത്തിക്കണമെന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രഖ്യാപനം നെഞ്ചിലേറ്റി സഹാബാക്കൾ നാടും വീടും വിട്ട് വ്യത്യസ്ത നാടുകളിലേക്ക് പോയി. പണ്ഡിതന്മാർ പറയുന്നത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലക്ഷക്കണക്കിന് സഹാബാക്കളെ ഒരുമിച്ച് നിർത്തിയിട്ടാണെന്ന് ഈ വാക്ക് പ്രഖ്യാപിച്ചത്. ബല്ലിഗു അന്നി വലൗ ആയ. ആ വാക്ക് കേട്ട് സഹാബാക്കൾ അവരുടെ വാഹനം എങ്ങോട്ടാണോ തിരിഞ്ഞത് ആ ഭാഗത്തേക്ക് ദാവാ പ്രവർത്തനവുമായി പോയി എന്നാണ്. മദീനയിൽ, മക്കയിൽ സഹാബാക്കളുടെ മക്ബറുകൾ എണ്ണി നോക്കിയാൽ 1000-ഓളമേ വരികയുള്ളൂ എന്നാണ്. എന്നാൽ ലക്ഷക്കണക്കിന് സഹാബാക്കൾ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നു. അവരൊക്കെ വ്യത്യസ്ത നാടുകളിലാണ് മരണപ്പെട്ടത് എന്ന്. കാരണം എന്താ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഉൾക്കൊണ്ട ഈ പ്രചോദനം, ഞാനൊരു ദായിയാകണമെന്ന ചിന്ത, ഈ ദീൻ എത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കുക എന്നത് എൻ്റെ ഉത്തരവാദിത്തമാണെന്ന ബോധം സഹാബാക്കളെ നാട് വിടാൻ, വീട് വിടാൻ, കൂട്ടുകാരെയും കുടുംബക്കാരെയും വിടാൻ പ്രേരിപ്പിച്ചു എന്നതാണ്. അതാകണം നമുക്കും ഉണ്ടാകേണ്ട പ്രചോദനം. നാം ഈ ഉമ്മത്തിൻ്റെ ദായികളാകേണ്ടവരാണ്. ഈ ഉമ്മത്തിൻ്റെ മുൻനിരയിൽ നിൽക്കേണ്ടവരാണ്. ഉമ്മത്തിന് ആഖിറത്തിന്റെ വഴി, സ്വർഗത്തിന്റെ വഴി, ഖബറിൽ വിജയിക്കുന്നവയെ പറഞ്ഞു കൊടുക്കേണ്ട ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ ഇതിൽ മുന്നോട്ടിറങ്ങി വരേണ്ടവർ നമ്മളാണ്. സഹാബാക്കളുടെ ചരിത്രം പഠിക്കുന്നതിലൂടെ, ഇതുപോലുള്ള ഹദീസുകൾ വായിക്കുന്നതിലൂടെ നാമും പ്രചോദനം ഉൾക്കൊള്ളേണ്ടതുണ്ട്. ദായിയാകുക എന്നുള്ള ആ വലിയ ആഗ്രഹം മനസ്സിൽ കൊണ്ട് നടക്കേണ്ടതുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം 23 വർഷക്കാലം സഹാബാക്കൾക്ക് അമൽ പഠിപ്പിച്ചു കൊടുത്തതുപോലെ, അഖീദ പഠിപ്പിച്ചു കൊടുത്തതുപോലെ എങ്ങനെ ദഅവത്ത് ചെയ്യണമെന്നും പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ദായി ആരാകണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ദായിയെ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും ഫോളോ ചെയ്യാൻ ഉത്തമനായ ദായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അയച്ചത് ഒരു ദായി ആയിട്ടാണ് എന്നാണ് അല്ലാഹ് തന്നെ പരിചയപ്പെടുത്തിയത്. വദായിയൻ ഇലല്ലാഹി ബിഇദ്നി, അല്ലാഹുവിലേക്ക് ക്ഷണിക്കുന്ന ദായി ആയിട്ടും കൂടിയാണ് പ്രവാചകരെ അങ്ങേ നാം റസൂലായി അയച്ചത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിന്റെ ദായിയാണ്, അള്ളാഹു നിയോഗിച്ചയച്ച ദായിയാണ്. ആ ദായി എന്ന ലീഡർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അനുചരന്മാർക്ക് എങ്ങനെ ദഅവത്ത് ചെയ്യണമെന്ന് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ഒരു ദായി ആരാകണം, അവനുണ്ടാകേണ്ട ക്വാളിറ്റികൾ എന്തൊക്കെയാണ്, അവനുണ്ടാകേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണ്, എങ്ങനെയാണ് ദഅവത്ത് ചെയ്യേണ്ടത്. ദായി എന്നാൽ സമൂഹത്തിൽ നിലയും വിലയുമുള്ള ആളാണ്, സമൂഹം ഫോളോ ചെയ്യുന്ന ആളാണ്, സമൂഹത്തിൻ്റെ റോൾ മോഡലാകേണ്ട ആളാണ്, സമൂഹത്തിന് നന്മയും തിന്മയും വിതച്ചേരിച്ച് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്തമുള്ള ആളാണ്. അപ്പോൾ ദായിക്ക് കുറേ ക്വാളിറ്റികൾ ഉണ്ടാകേണ്ടതുണ്ട്, ഗുണങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. ദായി ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബാക്കൾക്ക് അത് പഠിപ്പിച്ചു കൊടുത്തു. അതുകൊണ്ട് തന്നെ സഹാബാക്കൾ ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമരായ ദായിമാരായി മാറി. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്ക് ആ സർട്ടിഫിക്കറ്റും കൊടുത്തു. കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഈ ഉമ്മത്തിലെ ഏറ്റവും ഖൈറായ ആൾക്കാരാണ്. കുന്തും ഖൈറ ഉമ്മ ഉഖ്രിജത് ലിന്നാസ്, ജനങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട ഈ ഉമ്മത്തിലെ ഏറ്റവും ഉത്തമർ നിങ്ങളാണ്. തഅ്മുറൂന ബിൽ മഅറൂഫി വതൻഹൗന അനിൽ മുൻകർ,
നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരും തിന്മ നിരോധിക്കുന്നവരുമാണ് എന്ന്. ഇത് ഏറ്റവും വലിയ ഒരു അഡ്രസ്സാണ്. സഹാബാക്കൾക്ക് അള്ളാഹു കൊടുക്കുന്ന അഡ്രസ്സാണ്. നിങ്ങൾ നന്മ കൽപ്പിക്കുന്നവരാ, തിന്മ നിരോധിക്കുന്നവരാ. കാരണം സഹാബാക്കൾ ദഅവത്തിന്റെ ബാലപാഠം പഠിച്ചത് ഈ ദീന്റെ ഉത്തരവാദിത്തം എൻ്റെ ഉത്തരവാദിത്തമാണ്, ഈ ദീന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കേണ്ട ആള് ഞാനാണ് എന്ന ആ ചിന്ത സഹാബാക്കൾ പഠിച്ചെടുത്തത് ഈ ദീനിന് വേണ്ടിയിട്ട് 24 മണിക്കൂറും ഉമ്മത്തിന്റെ നന്മ ആഗ്രഹിച്ച് ഉമ്മത്തിന്റെ വിജയത്തിന് വേണ്ടി മാത്രം രാപ്പകൽ കഴിച്ചു കൂട്ടിയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നുമാണ്. മരണത്തിന്റെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചിന്ത എൻ്റെ ഉമ്മത്ത് എന്നതായിരുന്നു. എൻ്റെ ഉമ്മത്ത് എന്ന ചിന്തയിലായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കഴിഞ്ഞുകൂടിയത്. ഈ ഉമ്മത്തിന്റെ വിജയം ഏറെ കൊതിച്ച ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ ഉമ്മത്തിന് ദീനെത്തിച്ചു കൊടുക്കാൻ വദ്ദവൈരിയായ ശത്രു അബൂജഹലിന്റെ വീട്ടിൽ പോലും കയറി ചെല്ലാൻ മടിക്കാത്ത ആളായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും അനുചരന്മാരെയും എന്തെല്ലാം രീതിയിൽ പീഡിപ്പിക്കാൻ അവസരങ്ങൾ തക്കം പാർത്ത് നിൽക്കുന്ന ശത്രു അബൂജഹലിന്റെ വീട്ടിൽ പോലും കയറിയിട്ട് കുൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് തുഫ്ലിഹ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ദായിയുടെ ചിന്തയാണത്. ആ ഖൈർ അയാളിൽ എത്തണമെന്നുള്ള ചിന്തയാണത്. എല്ലാവരും നന്മയിലേക്ക് വരണമെന്ന ചിന്തയാണത്. ആ ചിന്ത നേരിട്ട് കണ്ട് പഠിച്ചെടുത്തവരാണ് സഹാബാക്കൾ. അതുകൊണ്ടാണ് സഹാബാക്കളെ സംബന്ധിച്ച് അല്ലാഹു പറഞ്ഞത് കുന്തും ഖൈറ ഉമ്മ, നിങ്ങൾ ഉമ്മത്തിൽ ഏറ്റവും ഉത്തമരായ ആൾക്കാരാണ്. ആ ഉത്തമ കുടുംബത്തിലെ ഉമ്മത്തിലെ ഉത്തമ തലമുറ എന്ന അല്ലെങ്കിൽ ഉത്തമർ എന്ന ആ ക്വാളിറ്റി നേടിയ സഹാബാക്കളെ പിന്തുടരുന്ന, അവരെ ഫോളോ ചെയ്യുന്ന, അവരുടെ പാതയിൽ മുന്നോട്ട് പോകുന്നവരാകണം നാം ഓരോരുത്തരും. അവർ ദഅവത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിയവരാണ്. അവർക്ക് ദുനിയാവിലുള്ള വിഭവങ്ങളോ വലിയ വിഷയമായിരുന്നില്ല. അവരുടെ ചിന്ത അള്ളാഹുവിൻ്റെ ദീനെത്താത്തവർക്ക് എത്തിച്ചു കൊടുക്കണം എന്നതായിരുന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ചിട്ട് പണ്ഡിതന്മാർ പറയുന്നത്, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, അയൻകുസുദ്ദീനു വഅന ഹയ്യുൻ, ഞാൻ ജീവിച്ചിരിക്കെ ദീൻ കുറയുകയോ അതുണ്ടാകാൻ പാടില്ല. ഞാൻ ജീവിച്ചിരിക്കെ തനതായ ദീന് ബാക്കിയാകണമെന്ന്. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഒരു ദായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഏതാനും ചില ഗുണങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്, ഓർമ്മപ്പെടുത്തുകയാണ്. നാം ആ ഗുണമുള്ളവരായി മാറണം. ഇല്ലാത്തവരാണ് എങ്കിൽ ആ ഗുണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കണം. അത് വളരെ പ്രധാനപ്പെട്ടതും ഒന്നാമത്തേതുമായ ഗുണം ദായി അറിവുള്ള ആളാകണം എന്നുള്ളതാണ്. അറിവ് ദഅവത്തിന് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ പറഞ്ഞതുപോലെ അറിവിലൂടെയാണ് ദഅവത്ത് ചെയ്യാൻ പറ്റുക. അറിവില്ലാത്തവർക്ക് പ്രവർത്തിക്കാൻ പറ്റാത്തതുപോലെ അറിവില്ലാത്തവർ പ്രബോധനം ചെയ്യാനും സാധിക്കാത്തവരാണ്. പ്രബോധനം ചെയ്യാൻ അറിവ് ആവശ്യമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പ്രഖ്യാപിക്കാൻ വേണ്ടി അള്ളാഹു പറഞ്ഞു, കുൽ ഹാദിഹി സബീലി, കുൽ നബി അങ്ങ് പറയുക, ഹാദിഹി സബീലി, ഇതാണ് എൻ്റെ മാർഗം, ഇതാണ് എൻ്റെ മൻഹജ്, ഇതാണ് എൻ്റെ ദഅവത്ത്, ഇതാണ് എൻ്റെ പാത എന്നെല്ലാം ഈ ഹാദിഹി സബീലി എന്ന കലിമത്തിന് മുഫസ്സിറുകൾ വിശദീകരണം നൽകിയിട്ടുണ്ട്. അദ്ഉ ഇലല്ലാഹ്, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്ന എൻ്റെ പാത, എൻ്റെ മൻഹജ് ഇതാണ് എന്ന്. ഞാൻ മാത്രമാണോ? അലാ ബസീറ, അലാ ബസീറ, ഞാൻ അള്ളാഹുവിലേക്ക് ക്ഷണിക്കുന്നത് എങ്ങനെ? അലാ ബസീറത്തിൻ ഐ അലാ ഇൽമിൻ വയഖീൻ, അറിവോടും യഖീനോടും കൂടിയെന്ന്. ബസീറത്ത് വേണം. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ചയാണ്. ഒരു പ്രബോധകന് ഉണ്ടാകേണ്ട വളരെ പ്രധാനപ്പെട്ട ഒന്നാമത്തെ ക്വാളിറ്റിയാണത്. അവൻ ബസീറത്തുള്ള ആളാവണം. ബസീറത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ എന്തിലേക്കാണോ ക്ഷണിക്കുന്നത് ആ ക്ഷണിക്കപ്പെടുന്ന കാര്യത്തെ സംബന്ധിച്ചുള്ള വിവരമുണ്ടാകണം. രണ്ടാമത്തേത്, ഞാൻ ആരെയാണോ ക്ഷണിക്കുന്നത് ആ ക്ഷണിക്കുന്ന വ്യക്തിയെക്കുറിച്ച് നല്ല ബോധമുണ്ടാകണം. മൂന്നാമത്തേത്, ഞാൻ ക്ഷണിക്കുന്ന സ്ഥല സാഹചര്യങ്ങളുടെ അവസ്ഥ എന്ത് എന്നതിനെക്കുറിച്ച് നല്ല ബോധമുണ്ടാകണം. എന്ത് എവിടെ പറയണം, ആരോട് പറയണം, എങ്ങനെ പറയണമെന്ന ബോധമുള്ള അറിവുള്ള ആളാകണം ദായി എന്നതാണ് ഒന്നാമത്തെ കാര്യം. ദായി അറിവുള്ള ആളാകണം എന്നുള്ളതാണ്. അറിവില്ല എങ്കിൽ അവൻ ക്ഷണിക്കുന്നത് ലാലത്തിലേക്കാകാം, അബദ്ധത്തിലേക്കാകാം, വലിയ പണിയെടുത്തിട്ടുണ്ടാകാം, റിസൾട്ട് ഒന്നുമില്ലാതെയാകാം. വലിയ റിസൾട്ട് കിട്ടണമെന്ന ആഗ്രഹത്തിൽ പണിയെടുത്തതാകാം, പക്ഷേ അറിവെന്ന അടിത്തറയിൽ നിന്നുകൊണ്ടല്ലാത്തത് കൊണ്ട് അതിൻ്റെ റിസൾട്ട് വിപരീത ഫലം ചെയ്തേക്കാം. ഒരുപാട് അനുഭവങ്ങൾ പലർക്കുണ്ട്. അറിയാത്തതിൻ്റെ പേരിൽ, അറിവില്ലാത്ത കാര്യങ്ങൾ ദീനിൽ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ വലിയ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അറിയാത്തതിൻ്റെ പേരിൽ ഫത്വ കൊടുത്ത
അപകടങ്ങളെല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് പണ്ഡിതന്മാർ അത് സൂചിപ്പിച്ചിട്ടുണ്ട്. സഹാബാക്കൾ കുറച്ച് ആൾക്കാർ ഒരു യാത്ര പോകവേ സഹാബാക്കളുടെ കൂട്ടത്തിലെ ഒരു വ്യക്തിക്ക് ജനാബത്ത് കുളി നിർബന്ധമായി. അദ്ദേഹത്തിൻ്റെ തലയിൽ ഒരു മുറിവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് കുളിക്കാൻ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമായിരുന്നില്ല. കൂടെ ഉണ്ടായിരുന്ന സഹാബാക്കളോട് ചോദിച്ചു, എൻ്റെ തലയിൽ മുറിയുണ്ട്, ഞാൻ വെള്ളം ഉപയോഗിച്ചാൽ എനിക്ക് പ്രയാസമുണ്ടാകും, എനിക്ക് കുളിക്ക് വെള്ളം ഉപയോഗിക്കുന്നതിന് പകരം മറ്റെന്തെങ്കിലും ഇളവുണ്ടോ എന്ന്. കൂടെ ഉണ്ടായിരുന്നവർ അറിവില്ലാത്തവരായിരുന്നു. അവർ പറഞ്ഞു, ഇല്ല, ഇളവില്ല, താങ്കൾ കുളിക്കുക തന്നെ വേണമെന്ന്. അങ്ങനെ ആ വ്യക്തി ജനാബത്ത് കുളിച്ചു. നിർബന്ധമുള്ള കുളി വെള്ളം കൊണ്ട് കുളിച്ചു. ആ കുളി വെള്ളം തലൻ്റെ ഉള്ളിൽ കയറി ആ വ്യക്തി മരണപ്പെട്ടു. തിരിച്ചു വന്നു. മദീനയിലെത്തി ഈ സഹാബാക്കൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനുഭവം പറഞ്ഞു കൊടുത്തു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ ആക്ഷേപിച്ചു പറഞ്ഞു, ഖതലഹുമുല്ലാഹ്, അവർ അവനെ കൊന്നുകളഞ്ഞു, അള്ളാഹു അവരെ കൊന്നുകളയട്ടെ. അതൊരു ഭാഷ പ്രയോഗമാണ്. അവരവനെ കൊന്നുകളഞ്ഞു, അള്ളാഹു അവരെ കൊല്ലട്ടെ എന്ന്. റസൂൽ പറഞ്ഞു, അറിയില്ലെങ്കിൽ ചോദിക്കണമായിരുന്നു. അറിവില്ലായ്മയുടെ ശമനം ഇന്നമാ ശിഫാഉൽ അയ്യി അസ്സുആൽ. അറിവില്ലായ്മയുടെ ശമനം ശിഫ അത് ചോദിക്കലാണ്. അത് ചോദിക്കാത്തത് കൊണ്ട് ഒരു വ്യക്തിയെ മരണത്തിൽ കൊണ്ടെത്തിച്ചു. അങ്ങനെ ധാരാളക്കണക്കിന് ഉദാഹരണങ്ങൾ അറിവില്ലാത്തതിൻ്റെ പേരിൽ വലിയ വലിയ പിഴവുകളിൽ ചെന്നെത്തിയ ഉദാഹരണങ്ങൾ പണ്ഡിതന്മാർ നികത്താറുണ്ട്. അതുകൊണ്ട് തന്നെ ദായിക്ക് ആദ്യം ഉണ്ടാകേണ്ടത് അറിവാണ്. ഞാൻ ക്ഷണിക്കുന്ന കാര്യത്തെക്കുറിച്ച് അറിവ് വേണം. ആരെയാണോ ക്ഷണിക്കുന്നത് അയാളെക്കുറിച്ച് അറിവ് വേണം. ക്ഷണിക്കുന്ന സ്ഥല സാഹചര്യങ്ങളെക്കുറിച്ചും അറിവ് വേണം. എല്ലാം എല്ലായിടത്തും പറയേണ്ടതല്ല, എല്ലായിടത്തും ഒരേപോലെയുമല്ല പറയേണ്ടത്. ലിക്കുല്ലി മഖാമിൻ മഖാൽ വലിക്കുല്ലി മഖാലിൻ മഖാം. പറയേണ്ട വാക്കുകൾക്ക് സ്ഥലങ്ങളുണ്ട്, സ്ഥലങ്ങൾക്ക് പറയേണ്ട വാക്കുകളുമുണ്ട്. എല്ലായിടത്തും എല്ലാം പറയാൻ പാടില്ല എന്നതാണ് ഉദ്ദേശം. അതുപോലെ തന്നെ ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി വൽതകും മിൻകും ഉമ്മ യദ്ഊന ഇലൽ ഖൈർ വയഅ്മുറൂന ബിൽ മഅറൂഫ് വയൻഹൗന അനിൽ മുൻകർ. നിങ്ങളിൽ നിന്നും നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുന്ന ഒരു സമുദായം ഉണ്ടാകണം എന്ന് അല്ലാഹുവിൻ്റെ ആയത്ത് വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞു, വമാ അനാഹു അന്നൽ ആമിരീന യജിബു അൻ യകൂനു ഉലമാ. ഇതിൻ്റെ അർത്ഥം പണ്ഡിതന്മാരുടെ കൽപ്പിക്കുകയും നിരോധിക്കുകയും ചെയ്യുന്ന ആൾക്കാർ അവർ ഉലമാക്കളാകണം എന്നാണ്. വലൈസ കുല്ലു നാസി ഉലമാ, എല്ലാ ജനങ്ങളും പണ്ഡിതന്മാരല്ല എന്ന്. അതുകൊണ്ടാണ് മിൻ തബീഇലിൻ്റെ മിന്നാണ്, അതുകൊണ്ട് ഉദ്ദേശം പണ്ഡിതന്മാരാണ് എന്നാണ് ഇമാം ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. അപ്പോൾ അറിവുള്ളതിലേക്കാണ് ക്ഷണിക്കേണ്ടത്. അറബി കോളേജിൽ പഠിച്ച് പാസ്സാകുക എന്നതല്ല അറിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ക്ഷണിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകണം, പറയുന്ന കാര്യങ്ങളെക്കുറിച്ച് അറിവുണ്ടാകണം. ദീൻ പഠിച്ച ആളാകണം പറയേണ്ടത്. ദീൻ്റെ ഉത്തരവാദിത്തം പണ്ഡിതന്മാർക്ക് വിട്ടുകൊടുക്കണം. ദീൻ കൈകാര്യം ചെയ്യേണ്ടത് പണ്ഡിതന്മാരാണ്. ദീൻ്റെ ഉത്തരവാദികൾ പണ്ഡിതന്മാരാണ്. അവരോട് ചോദിച്ച് പഠിക്കണം. അവരാണ് ദീൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ദഅവത്ത് എന്നുള്ളത് പൂമാലകൾ ചാർത്തപ്പെടുന്ന, പരവതാനികൾ വിരിക്കപ്പെടുന്ന, പൂർണാർത്ഥത്തിൽ സ്വാഗതം ചെയ്യപ്പെടുന്ന ഒരു നല്ല റൂട്ടല്ല. വിമർശിക്കപ്പെടാം, ആക്ഷേപിക്കപ്പെടാം, ശത്രുക്കൾ ഉണ്ടാകാം. ഹക്ക് സംസാരിക്കുന്ന ആൾക്ക് ശത്രുക്കൾ ഉണ്ടാകും, ബാത്തിലിനെതിരെ ശബ്ദിക്കുന്ന ആൾക്ക് ശത്രുക്കൾ ഉണ്ടാകും. ഉത്തരവാദിത്തമുള്ള ആളാണ് ദായി. അയാൾക്ക് ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമുണ്ട്. ആ സമൂഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. അതിനുവേണ്ടി ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ, അതിനുവേണ്ടി പരിശ്രമ പ്രവർത്തനങ്ങൾ നടത്തുമ്പോൾ അയാൾ പലതും നേരിടേണ്ടി വരും. ആ സന്ദർഭങ്ങളിലൊക്കെ ക്ഷമ കൈകൊള്ളാൻ ഒരു ദായിക്ക് കഴിയണം. ദായിക്കുണ്ടാകേണ്ട രണ്ടാമത്തെ ഗുണം സ്വബറാണ്. ദായിയെ സംബന്ധിച്ചിടത്തോളം പണ്ഡിതന്മാർ പറഞ്ഞത് ദായിക്ക് ക്ഷമയുടെ നെല്ലിപ്പടി എന്നൊന്നില്ല എന്നാണ്. ഞാൻ ഇത്രയും ക്ഷമിച്ചു, എന്നിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത് എന്ന് ദായി പറയരുത് എന്നാണ്. പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കണം, ക്ഷണിച്ചു കൊണ്ടേയിരിക്കണം. പല ആക്ഷേപങ്ങളും പല ആരോപണങ്ങളും ദായിക്കെതിരെ ഉണ്ടാകും. ദായിയുടെ ശബ്ദത്തിന് കൂച്ചുവിലങ്ങിടാൻ പലരും ശ്രമിച്ചു കൊണ്ടേയിരിക്കും. നാക്കിന് കൂച്ചിലങ്ങിടുക എന്നുള്ളത്, ദായിയുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തുക എന്നുള്ളത് എക്കാലത്തെയും ശത്രുക്കളുടെ ഒരു കുതന്ത്രമായിരുന്നു, ദായിയെ ഒതുക്കുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ക്ഷമ കൈകൊള്ളാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മാനസികമായി പീഡനങ്ങൾ ഏൽപ്പിക്കാം, ശാരീരികമായി പീഡനങ്ങൾ ഏൽപ്പിക്കാം. ഇതൊന്നും ദഅവത്ത് ഇട്ടേച്ചു പോകാൻ
നമ്മൾ പ്രേരിപ്പിക്കരുത്. നാം കൽപ്പിക്കുന്ന കാര്യങ്ങൾ, നിരോധിക്കുന്ന കാര്യങ്ങൾ ആരും സ്വീകരിക്കുന്നില്ല എന്നതിനാലും ദഅവത്ത് നിർത്തി പോകാൻ പാടില്ല. യൂനുസ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ചരിത്രം നമുക്കറിയാം. അദ്ദേഹം ദഅവത്ത് ആരും സ്വീകരിക്കാത്തതിൻ്റെ പേരിൽ ഈ കൗമ് നന്നാവൂല എന്ന് പറഞ്ഞിട്ട് ഇറങ്ങിപ്പോയതാണ്. അള്ളാഹു അദ്ദേഹത്തെ പരിശോധിച്ചു, അള്ളാഹു അദ്ദേഹത്തെ പരീക്ഷിച്ചു. ഒരുപാട് കാലം മീനിൻ്റെ വയറ്റിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തെ കിടത്തി. തിരിച്ച് അദ്ദേഹം തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങിയപ്പോൾ തിരിച്ച് അതേ നാട്ടിൽ അള്ളാഹു അദ്ദേഹത്തെ കൊണ്ടിറക്കി. എന്നിട്ട് അദ്ദേഹം വീണ്ടും ദഅവത്ത് ചെയ്തു. ആ നാട് മുഴുവനും ഇസ്ലാമിലേക്ക് വന്നു എന്നാണ് ചരിത്രകാരന്മാർ രേഖപ്പെടുത്തുന്നത്. അപ്പോൾ ഇവർ നന്നാവില്ല എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകൽ ദായിയുടെ സ്വഭാവമാകരുത്. ദഅവത്ത് ചെയ്തുകൊണ്ടേയിരിക്കണം. ഉത്തരവാദിത്തമുള്ളവർക്കെതിരെ ശബ്ദങ്ങളുണ്ടാകും. ഒരാളുടെ അണ്ടറിൽ പ്രവർത്തിക്കുന്ന ആൾ ഏറ്റവും നല്ല ആളായി അയാൾക്ക് ജീവിക്കാൻ പറ്റും. ഒരു സ്ഥാപനം, ആ സ്ഥാപനത്തിൻ്റെ ഏറ്റവും ഉത്തരവാദിത്തമുള്ള ആൾക്ക് പലരോടും സംസാരിക്കേണ്ടി വരും, പല തീരുമാനങ്ങൾ എടുക്കേണ്ടി വരും. അപ്പോൾ അയാൾക്കെതിരെ രണ്ട് വാക്കുകൾ ഉണ്ടാകാം. എന്നാൽ അയാളുടെ കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫിന് ഏറ്റവും നല്ല ആളായി നിൽക്കാൻ പറ്റും. കാരണം അയാൾക്ക് ഉത്തരവാദിത്വമില്ല. അത് വേണ്ടെന്നോ അത് വേണമെന്നോ തർപ്പിച്ച് പറയേണ്ട ആവശ്യമില്ല. എന്താണോ വേണ്ടത് അത് ചെയ്യുക, എന്തേ വേണ്ടേ അത് ഒഴിവാക്കുക എന്നതുപോലെയാണ് ദായി. ഉത്തരവാദിത്തമുള്ള ആളാണ്. ദായിക്ക് പല വിഷയത്തിലും ഇടപെടേണ്ടി വരും. അത് ശരിയല്ല എന്ന് പറയേണ്ടി വരും, അത് തെറ്റാണെന്ന് പറയേണ്ടി വരും. അപ്പോൾ തെറ്റിനെ ശരിയായി കണ്ടവർ അതിനെതിരെ ശബ്ദിക്കും, അത് നേരിടേണ്ടി വരും. കൊച്ചുമകൻ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ പ്രിയപ്പെട്ട മകൻ, അദ്ദേഹം തൻ്റെ ആ കൊച്ചുമകനെ ഉപദേശിച്ചുകൊണ്ട് ഒരുപാട് ഉപദേശങ്ങൾ നൽകിയത് ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സൂറത്തുൽ ലുഖ്മാനിൽ പറയുന്നുണ്ട്. അക്കൂട്ടത്തിൽ ലുക്മാൻ അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ മകനോട് പറഞ്ഞത്, യാ ബുനയ്യ അഖിമിസ് സ്വലാത്ത വഅ്മുർ ബിൽ മഅറൂഫ് വൻഹാ അനിൽ മുൻകർ. ഓ കൊച്ചുമകനെ, ചെറിയ മോനോട് പറയാൻ, അഖിമിസ് സ്വലാഹ്, നീ നിസ്കാരം നിലനിർത്തണം. വഅ്മുർ ബിൽ മഅറൂഫ്, നീ നന്മ കൽപ്പിക്കണം. വൻഹാ അനിൽ മുൻകർ, നീ തിന്മ നിരോധിക്കുകയും ചെയ്യണം. വസ്ബിർ അലാ മാ അസാബക്, നന്മ കൽപ്പിക്കുകയും തിന്മ നിരോധിക്കുകയും ചെയ്യുമ്പോൾ വസ്ബിർ അലാ മാ അസാബക്, നീ നിനക്കുണ്ടാകുന്ന പ്രയാസങ്ങളിൽ സ്വബർ കൈകൊള്ളണം, ക്ഷമ കൈകൊള്ളണം. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, ഇതൊക്കെ ദൃഢനിശ്ചയമുള്ള കാര്യങ്ങളിൽപ്പെട്ടതാണ്. ദൃഢനിശ്ചയത്തോടു കൂടി ഇറങ്ങേണ്ട, മനക്കരുത്തോടു കൂടി ഇറങ്ങേണ്ട കാര്യങ്ങളാണ്. പലതിനെയും നേരിടേണ്ടി വരും. എന്തേത് കാര്യത്തെയും അഭിമുഖീകരിക്കാനും നേരിടാനും ദായി തയ്യാറാകണം. എല്ലാ സുഖങ്ങളും സൗകര്യങ്ങളും ഒരു ദായിക്കുണ്ടായിക്കൊള്ളണമെന്നില്ല. സുഖവും സൗകര്യവും നോക്കിക്കൊണ്ടൊരു ദായി പോകാനും പാടില്ല. ക്ഷമിക്കേണ്ടി വരും. പ്രവാചകന്മാരുടെ ദഅവത്ത് പരിശോധിച്ച് നോക്കിയാൽ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ആദ്യത്തെ ദഅവത്ത്, മുൻ മാതൃകയില്ല നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിന്. ആദ്യത്തെ ദായിയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ആ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം അഭിമുഖീകരിച്ച പ്രയാസങ്ങൾ ചില്ലറയായിരുന്നില്ല. കളിയാക്കലുകൾ, ഒറ്റപ്പെടുത്തലുകൾ നൂഹ് നബി ഏറെ സഹിച്ചു. നിനക്ക് ഭ്രാന്താണ്, നീ പൊട്ടനാണ്, നിനക്ക് സഫാഹത്തുണ്ട്, നീ വിഡ്ഢിയാണ് എന്നെല്ലാം ഏറ്റവും വലിയ മഹാൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിനെ അത് തിരിച്ചറിയാത്ത സമൂഹം കളിയാക്കി ചീത്ത വിളിച്ചു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് സഫാഹത്തൊന്നും ഇല്ല എന്ന് വരെ അദ്ദേഹം അങ്ങോട്ട് പറഞ്ഞു. നിങ്ങൾ പറയുന്ന പോലെ എനിക്ക് സഫാഹത്തൊന്നും ഇല്ല, ഞാൻ നിങ്ങൾക്ക് എത്തിച്ചേരുകയാണ്, എൻ്റെ റബ്ബ് എനിക്ക് അറിയിച്ചു തന്ന കാര്യങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ട് രാപ്പകൽ ദഅവത്ത് ചെയ്ത ആദ്യത്തെ ദായിയാണ് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം. ഇതിൻ്റെ കൂടെ ആരും ഉണ്ടായിട്ടില്ല. 950 വർഷം ദഅവത്ത് ചെയ്തിട്ട് പണ്ഡിതന്മാർ എഴുതിയത് 70 80 പേര് മാത്രമാണ് അദ്ദേഹത്തിൻ്റെ ക്ഷണം സ്വീകരിച്ചു കൊണ്ട് ഇസ്ലാമിലേക്ക് വന്നത് എന്ന്. 950 വർഷക്കാലം ദഅവത്ത് ചെയ്തിട്ട്. അതും ആരാണ്? ലോക്കൽ ഏതെങ്കിലും നമ്മളെപ്പോലത്തെ ആളല്ല. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ റസൂൽ, ആദ്യത്തെ റസൂൽ. ഇതൊക്കെ നമ്മൾ ഏറെ ചിന്തിക്കേണ്ട കാര്യങ്ങളാണ്. മൂസ അലൈഹിസ്സലാത്തു വസ്സലാം ഒരുപാട് ത്യാഗം സഹിച്ചു. ഖുർആൻ ഓതിയാൽ മതി. സൂറത്ത് ആറാഫ്, സൂറത്ത് സാഫാത്ത് പോലുള്ള സൂറത്തുകളുടെ അർത്ഥം വെച്ച് ഓതിയാൽ തന്നെ പ്രവാചകന്മാർ ചെയ്ത ദഅവത്ത് എത്രത്തോളമായിരുന്നു നമുക്ക് ബോധ്യപ്പെടും. വലിയ വലിയ മഹാന്മാർ എത്ര കഷ്ടപ്പെട്ടിട്ടാണ് ഈ ദീൻ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുത്തത് നമുക്ക് ബോധ്യപ്പെടും. അതിനേക്കാളപ്പുറത്ത് നമ്മുടെ നബി മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ദീൻ എത്തിക്കാൻ വേണ്ടി ചെയ്ത പരിശ്രമങ്ങൾ, അദ്ദേഹം നേരിട്ട പ്രയാസങ്ങൾ, ദുരിതങ്ങൾ, അതൊക്കെ ചരിത്രത്തിൽ നിന്നും പഠിച്ചെടുക്കാൻ നമ്മൾ തയ്യാറായാൽ തീർച്ചയായും നമുക്കൊരു ദായിയുടെ നിലയെന്ത് എന്നുള്ളത് ബോധ്യപ്പെടും. അതുകൊണ്ട് തന്നെ ക്ഷമയുള്ളവരാകണം ദായി. മറ്റുള്ളവരെ പോലെ എല്ലാം വിട്ടേച്ച് പോകുന്ന ആളാകരുത്. മദീനി ഞാനില്ല എന്ന് പറഞ്ഞ് പോകുന്ന ആളാകരുത്. അടികൊള്ളാൻ എന്നെ കൊണ്ട് കഴിയില്ല, ചീത്ത കേൾക്കാൻ എന്നെ കൊണ്ട് കഴിയില്ല, ആരോപണങ്ങൾ കേൾക്കാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്മാറുന്ന ആളാകാൻ പാടില്ല ദായി. ഞാൻ ഉറച്ചത്, ഞാൻ പഠിച്ചത്, ഞാൻ നിലകൊള്ളുന്നത് ഹക്കാണ് എന്ന് ബോധ്യമുണ്ടെങ്കിൽ
മരണം വരെ ആ ഹക്കിൽ നിലകൊള്ളാനും ആ ഹക്കിലേക്ക് എന്തെന്ത് സഹിക്കേണ്ടി വന്നാലും ത്യജിക്കേണ്ടി വന്നാലും സഹിച്ചും ത്യജിച്ചും അതിലേക്ക് ആൾക്കാരെ ക്ഷണിക്കാനും ദായി തയ്യാറാകണം എന്നതാണ്. മൂന്നാമത്തെ കാര്യം, ദായി ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളും നമ്മൾ കൽപ്പിക്കും നിരോധിക്കും, അതാണ് ദായി ചെയ്യുക. അപ്പോൾ തിന്മ നിരോധിക്കുമ്പോഴോ നന്മ കൽപ്പിക്കുമ്പോഴോ ദായി ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നന്മ കൽപ്പിക്കുന്നതിനേക്കാൾ പ്രയാസമാണ് തിന്മ നിരോധിക്കുക എന്നുള്ളത്. തിന്മ നിരോധിക്കുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്ന്, ഒരു തിന്മ നിരോധിക്കുമ്പോൾ അതിനേക്കാൾ വലിയ തിന്മ അവിടെ ഉണ്ടാകുമെങ്കിൽ അവൻ ആ തിന്മ നിരോധിക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇമാം ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി നഹ്യുൻ അനിൽ മുൻകറിനെ സംബന്ധിച്ച് പറഞ്ഞത്, നീ നിരോധിക്കുന്ന ഒരു തിന്മ അതിനേക്കാൾ വലിയൊരു തിന്മ അവിടെ ഉണ്ടാകുമെങ്കിൽ നിലവിലുള്ള തിന്മയെ നിരോധിക്കൽ ഹറാമാണ്. നീ നിരോധിക്കുന്ന ഒരു തിന്മ അത് നിരോധിക്കുന്നതിലൂടെ തത്തുല്യമായ മറ്റൊരു തിന്മ അവിടെ ഉണ്ടാകുമെങ്കിൽ നീ ആലോചിക്കണം, ഇത് നിരോധിക്കണോ വേണ്ടയോ എന്നുള്ളത്. നീ നിരോധിക്കുന്ന ഒരു തിന്മ അതിനേക്കാൾ താഴെയുള്ള ഒരു തിന്മ അവിടെ ഉണ്ടാകുമെങ്കിൽ ഈ തിന്മ ഇല്ലാതാകും, പക്ഷെ അതിനേക്കാൾ ചെറിയ മറ്റൊരു തിന്മ അവിടെ ഉണ്ടാകുമെങ്കിൽ നിനക്ക് തിന്മ നിരോധിക്കൽ മുസ്തഹബാണ്. നീ ഒരു തിന്മ നിരോധിക്കുമ്പോൾ അവിടെ ആ തിന്മ പൂർണ്ണമായും ഇല്ലാതാക്കാൻ നിനക്ക് പറ്റുമെങ്കിൽ, മറ്റൊരു തിന്മ ഇല്ലാത്ത രീതിയിൽ പൂർണ്ണമായും നിലവിലുള്ള തിന്മയെ നിനക്ക് മാറ്റാൻ സാധിക്കുമെങ്കിൽ അവിടെ തിന്മകൾ നിരോധിക്കുക എന്നുള്ളത് വാജിബാണ് എന്ന്. അപ്പോൾ തിന്മ നിരോധിക്കുമ്പോൾ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വലാ തസുബ്ബുൽ ലദീന യദ്ഊന മിൻ ദൂനില്ലാഹ് ഫയസുബ്ബുല്ലാഹ അദുവൻ ബിഗൈരി ഇൽം. അല്ലാഹു അല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആൾക്കാരുടെ ആലിഹത്തുകൾ നിങ്ങൾ ചീത്ത വിളിക്കരുത്. കാരണം നിങ്ങൾ അവരുടെ ആലിഹത്തുകളെ ചീത്ത വിളിക്കുമ്പോൾ അവർ തിരിച്ച് അള്ളാഹുവിനെ ചീത്ത വിളിക്കും. ദേഷ്യം കാരണത്താൽ, ശത്രുത കാരണത്താൽ, അറിവില്ലാതെ. അള്ളാഹു അല്ലാത്ത ആരാധ്യന്മാർ അവർ ചീത്ത വിളിക്കപ്പെടേണ്ടവരാണ് എങ്കിൽ പോലും അള്ളാഹു ഒരു കാരണവശാലും ചീത്ത വിളിക്കപ്പെടാൻ പാടില്ലാത്ത ആളാണ്. അവരെ ചീത്ത വിളിക്കുന്നതിലൂടെ അള്ളാഹുവിനെ ചീത്ത വിളിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുമെങ്കിൽ അവരെ ആലിഹത്തുകൾ ചീത്ത വിളിക്കരുത് എന്ന് അള്ളാഹു നിരോധിക്കുകയാണ്. അതായത് നാം ഏതൊരു കാര്യമാണോ നിരോധിക്കുന്നത് അതിനേക്കാൾ വലുത് അവിടെ ഉണ്ടാകുമെങ്കിൽ ആ തിന്മ നിരോധിക്കാൻ നമ്മൾ പോകരുത് എന്നതാണ്. ഇതൊക്കെ ദായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. സ്ഥലകാല സാഹചര്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഖൈറ് ഷർറുകളെ വിലയിരുത്തിക്കൊണ്ട് കൽപ്പിക്കാനും നിരോധിക്കാനും ദായിക്ക് സാധിക്കണമെന്നതാണ്. നാലാമത്തെ കാര്യം, ദാവത്ത് ചെയ്യുമ്പോൾ ഹിക്മത്തോടു കൂടിയാവണം ദാവത്ത് ചെയ്യേണ്ടത്. പ്രബോധിതർ, മുഖാത്തബുകൾ, നമ്മൾ അഭിസംബോധന ചെയ്യുന്ന ആൾക്കാർ വ്യത്യസ്തരായ ആൾക്കാരാണ്. എല്ലാവരും ഒരേപോലെയുള്ളവരായിക്കൊള്ളുന്നില്ല. സത്യത്തെ നിരാകരിക്കുന്ന ആൾക്കാരുണ്ടാകാം, സത്യാന്വേഷി ഉണ്ടാകാം, സത്യമാണെന്ന് കരുതി അസത്യത്തെ സത്യമായി പുൽകി അത് ദീനായി കൊണ്ട് നടക്കുന്ന ആൾക്കാരുണ്ടാകാം. സത്യമോ അസത്യമോ അറിയാതെ ശരിതെറ്റുകൾ വിവരിച്ച് മനസ്സിലാക്കാതെ കന്നുകാലികളെ പോലെ ജീവിക്കുന്ന ആൾക്കാരും ഉണ്ടാകാം. വ്യത്യസ്ത തരക്കാരും നമ്മുടെ മുമ്പിലുണ്ടാകും. സ്വഭാവത്തിലും വ്യത്യാസം ഉണ്ടാകും. ചിലർ പെട്ടെന്ന് കോപിക്കുന്ന ആൾക്കാരാകാം, ചിലർക്കാർ ശാന്തമായി കേൾക്കുന്ന ആളാകാം, ചിലർ അസ്വസ്ഥരാകാം. വ്യത്യസ്ത തരത്തിലുള്ള ആൾക്കാർ നമ്മുടെ മുമ്പിലുണ്ടാകും. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ ശ്രദ്ധിച്ചുകൊണ്ട് ഹിക്മത്തോടു കൂടി സംസാരിക്കാൻ നമുക്ക് പറ്റണം. തെളിവുകൾ പറഞ്ഞു കൊടുക്കേണ്ടവർക്ക് തെളിവുകൾ പറഞ്ഞു കൊടുത്തുകൊണ്ട് സംസാരിക്കണം. ആഗ്രഹം പറഞ്ഞ് പേടിപ്പിച്ച്, പര്യവസാനം പറഞ്ഞ് പേടിപ്പിച്ച്, നന്മകൾ പറഞ്ഞ് പ്രോത്സാഹിപ്പിച്ച് സംസാരിക്കേണ്ട ആൾക്കാരുണ്ടാവും. അവരോട് അങ്ങനെ സംസാരിക്കണം. അതും അപ്പുറത്ത് തർക്കിക്കാൻ വരുന്നവരോട് തർക്കിച്ചുകൊണ്ട്, ഏറ്റവും നല്ല രീതിയിൽ തർക്കിച്ചുകൊണ്ട് സത്യത്തെ സ്ഥാപിക്കാൻ ചിലപ്പോൾ ദായി ശ്രദ്ധിക്കേണ്ടി വരും. അള്ളാഹു പറഞ്ഞതാണ്, നീ അള്ളാഹുവിനെ ക്ഷണിക്കേണ്ടത് എങ്ങനെയാണ്, അള്ളാഹുവിനെ മാറി ക്ഷണിക്കേണ്ടത് എങ്ങനെയാണ്? ബിൽ ഹിക്മ, യുക്തിപൂർവമാണ്. ഹിക്മത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് തെളിവുകൾ നിരത്തിക്കൊണ്ടാണ്, കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്തിക്കൊണ്ടാണ്. അങ്ങനെയും പറ്റുന്നില്ല എങ്കിൽ വൽ മൗഇലത്തിൽ ഹസന, നീ പോകുന്ന പോക്ക് നരകത്തിലേക്കുള്ളതാണ്. ഹൈറിന്റെ വഴി, സ്വർഗത്തിന്റെ വഴി മറ്റൊന്നാണ്. നീ തിരുത്താൻ തയ്യാറായിട്ടില്ല എങ്കിൽ നിനക്ക് ഇന്നൊക്കെ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് പേടിപ്പിച്ചും പ്രോത്സാഹിപ്പിച്ചും വൽ മൗഇലത്തിൽ ഹസന, ഇത് രണ്ടുമാണ് ദാവത്തിന്റെ വഴി. ഇത് രണ്ടും സാധ്യമാകാത്തടത്ത് മൂന്നാമത്തേത് വജാദിൽഹും ബില്ലത്തി ഹിയ അഹ്സൻ, ഏറ്റവും നല്ല രീതിയിൽ അവരോട് നീ സംവദിക്കുക എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല പറയുകയാണ്. അഞ്ചാമത്തെ കാര്യം, ഒരു ദായി ശ്രദ്ധിക്കേണ്ടത്, പ്രബോധനം ചെയ്യുമ്പോൾ നാം ഏതൊന്നിലേക്കാണോ ക്ഷണിക്കുന്നത്
ആ ക്ഷണിക്കുന്ന കാര്യം ആദ്യം ചെയ്യുന്ന ആള് നമ്മളാകണം എന്നതാണ്. നാം കൽപ്പിക്കുന്ന ആളും നിരോധിക്കുന്ന ആളുമായി മാത്രം മാറരുത്, അത് പ്രവർത്തിക്കുന്ന ആളും നമ്മളാകണം. അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിക്കുന്നുണ്ട്, അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും, നിങ്ങൾ ജനങ്ങളോട് നന്മ കൽപ്പിക്കുകയും സ്വന്തത്തെ മറന്നു കളയുകയും ചെയ്യുകയാണോ എന്ന്. അതഅ്മുറൂന അന്നാസ ബിൽ ബിർരി വതൻസൗന അൻഫുസകും വഅൻതും തത്ലൂനൽ കിതാബ്, നിങ്ങളാണെങ്കിലോ ഖുർആൻ പാരായണം ചെയ്യുന്നുമുണ്ട്. അഫലാ തഅഖിലൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന്. അപ്പോൾ കൽപ്പിക്കുന്ന നന്മ ആദ്യം ചെയ്യുന്ന ആൾ ഞാനാകണം, നിരോധിക്കുന്ന തിന്മ ആദ്യം വെടിയുന്ന ആൾ ഞാനാകണം. ഈ ഒരു പ്രതിജ്ഞ ദായി എടുക്കേണ്ടതുണ്ട്. ഷുഐബ് അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദഅവത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആനിൽ നമുക്ക് വിശദീകരിച്ചു തരുന്നുണ്ട്. അല്ലാഹു പറയാൻ, ഷുഐബ് നബി തന്റെ കൗമിനോട് പറഞ്ഞു, ഖാല യാ ഖൗമി അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വറസഖനി മിൻഹു റിസ്കൻ ഹസന. ഖൗമേ, എൻ്റെ സമുദായമേ, ഞാൻ എൻ്റെ റബ്ബിൽ നിന്നുമുള്ള വ്യക്തമായ ഒരു പാതയിൽ സഞ്ചരിച്ചു കൊണ്ടിരിക്കുകയാണ്. എനിക്കെൻ്റെ റബ്ബ് നല്ല റിസ്ക് ഉപജീവനമായി നൽകിയിട്ടുമുണ്ട്. വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻ, ഞാനിത് തുറന്നു പറയുന്നത്, ഞാൻ ദഅവത്ത് ചെയ്യുന്നത് എൻ്റെ റബ്ബ് എന്നെ ഏൽപ്പിച്ചത് കൊണ്ടാണ്. എനിക്ക് വ്യക്തമായ വഴി കാണിച്ചു തരികയും നല്ല റിസ്ക് തരികയും ചെയ്ത ആ റബ്ബ് എന്നോട് കൽപ്പിച്ച കാര്യം ഞാൻ എന്തിനു മറച്ചു വെക്കണം? ഞാൻ അത് നിങ്ങൾക്ക് തുറന്നു പറയാം. ഞാൻ പറയുന്ന കാര്യം അത് ആദ്യം ചെയ്യുന്ന ആൾ ഞാനായിരിക്കും. വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും ഇലൈഹി, ഞാൻ നിങ്ങൾ ഏതൊന്നാണോ നിരോധിക്കുന്നത് ആ കാര്യത്തെ ഞാൻ ആദ്യം എതിര് പ്രവർത്തിക്കുകയില്ല. ഞാൻ നിരോധിക്കുന്ന കാര്യം അതിനെതിരെ ഞാൻ ചെയ്യുകയില്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു, എനിക്ക് സാധിക്കും വിധമുള്ള നന്മയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ്, എൻ്റെ തൗഫീഖ് അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ്, അവനിലേക്ക് ഞാൻ പരമേൽപ്പിക്കുന്നു, അവനിലേക്ക് ഞാൻ തൗബ ചെയ്ത് മടങ്ങുകയും ചെയ്യുന്നു എന്ന് പണ്ഡിതന്മാർ പറയാറുണ്ട്. ദായിമാർക്ക്, ദഅവത്തിന് ഇറങ്ങുന്ന ആൾക്കാർക്ക് ഈ രണ്ട് ഗുണങ്ങൾ ഉണ്ടാകണം കൂടെ എന്ന്. ഒന്ന് തവക്കുൽ, രണ്ടൽ ഇനാബ. അലൈഹി തവക്കൽതു വ ഇലൈഹി ഉനീബ് എന്ന് ഒരു കവി പാടിയതായി പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നത് കാണാം. ലാ തൻഹ അൻ ഖുലുഖിൻ വതഅതി മിസ്ലഹു ആറുൻ അലൈക ഇദാ ഫഅൽത അലീമു, നീ ഒരു കാര്യം നിരോധിക്കുകയും നീ തന്നെ അത് കൊണ്ടുവരികയും ചെയ്യുന്ന അവസ്ഥ ഉണ്ടാകരുത്, അത് വളരെ മോശമായ കാര്യമാണ് എന്ന്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെയുള്ള ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്നൽ ഹംദലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ, അമ്മാ ബഅദു. പ്രിയമുള്ളവരെ, അള്ളാഹുവിൻ്റെ കൽപ്പനകളും നിരോധനങ്ങളും നിർദ്ദേശങ്ങളും ജീവിതത്തിൻ്റെ ഓരോ മേഖലകളിലും പാലിക്കണമെന്ന് വീണ്ടും എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുന്നു, ഓർമ്മപ്പെടുത്തുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കതിന് നല്ല തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പ്രിയമുള്ളവരെ, ദഅവത്ത് എന്നുള്ളത് സ്ഥലമോ സമയമോ നിശ്ചയിക്കപ്പെടാത്തൊരു ഇബാദത്താണ്. ദഅവത്തിനെ സംബന്ധിച്ച് പഠിക്കുന്ന നമ്മൾ, തായിമാരാകാൻ ആഗ്രഹിക്കുന്ന നമ്മൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ആറാമത്തെ കാര്യം അതാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പല ഇബാദത്തുകൾക്കും സമയം നിശ്ചയിച്ചിട്ടുണ്ട്, സ്ഥലം നിശ്ചയിച്ചിട്ടുണ്ട്. എന്നാൽ ദഅവത്തിന് സ്ഥലമോ സമയമോ പ്രത്യേകമായി നിശ്ചയിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ദഅവത്തിനെ സംബന്ധിച്ച് ഖുർആനിൽ അല്ലാഹു പറഞ്ഞത്, അദ്ദേഹം പറഞ്ഞ കാര്യം, ഖാല റബ്ബി ഇന്നി ദഅഉതു ഖൗമി ലൈലൻ വനഹാറ, റബ്ബേ, ഞാൻ എൻ്റെ ഖൗമിനെ രാവും പകലും ദഅവത്ത് ചെയ്തു എന്ന. സുമ്മ ഇന്നി ദഅഉതുഹും ജിഹാറ, ഞാൻ അവരെ ഉറക്കെ ദഅവത്ത് ചെയ്തു. സുമ്മ ഇന്നി അലൻതു ലഹും വഅസ്റർതു ലഹും ഇസ്റാറ, ഞാൻ പരസ്യമായും ദഅവത്ത് ചെയ്തു, രഹസ്യമായും ദഅവത്ത് ചെയ്തു എന്നെല്ലാം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറയുന്നത് അള്ളാഹു എടുത്തു പറയുന്നുണ്ട്. സമയമോ സ്ഥലമോ കാലമോ നിശ്ചയിക്കാത്ത ദഅവത്താണ്, അമലാണ് ദഅവത്ത് എന്നുള്ളത്. ജയിലിൽ കിടക്കുന്ന യൂസുഫ് അലൈഹിസ്സലാത്തു വസ്സലാം തൻ്റെ കൂടെ ഉണ്ടായിരുന്ന ജയിൽ പുള്ളികളോട് ദഅവത്ത് ചെയ്ത രംഗവും ഖുർആനിൽ അല്ലാഹു പറയുന്നുണ്ട്. യാ സാഹിബൈ സിജിൻ, എൻ്റെ കൂടെ ജയിലിൽ കിടക്കുന്ന രണ്ട് സാഹിബുകളെ, കൂട്ടുകാരാ, അർബാബുൻ മുതഫർരിഖൂന ഖൈറുൻ അമില്ലാഹുൽ വാഹിദുൽ ഖഹാർ, ഏകനും കഹാറുമായ അള്ളാഹു ആണോ ഏറ്റവും ഉത്തമൻ, അതല്ല നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഈ അർബാബുകളാണോ? ജയിലിൽ നിന്നാണ് ദഅവത്ത്. ജയിലിലാണെന്ന് വെച്ചാൽ ടെൻഷൻ അടിച്ചിരിക്കുകയല്ല ചെയ്യുന്നത്, അവിടെ ദഅവത്ത് ചെയ്യാം. ദായിക്ക് സ്ഥലമില്ല, സമയമില്ല,
അവസരങ്ങൾ ഒത്തുവന്നാൽ നേരത്തെ പറഞ്ഞ ഗുണങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചു കൊണ്ടുള്ള ദഅവത്ത് ഹിക്മത്തോടു കൂടി ചെയ്യാൻ ദായിക്ക് സാധിക്കണമെന്നുള്ളതാണ്. അതേപോലെ തന്നെ ദഅവത്ത് ചെയ്യുന്ന ദായി ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട 7ാമത്തെ കാര്യം, ദായി എപ്പോഴും ഗുണകാംക്ഷയുള്ള ആളാകണം, നസീഹത്തുള്ള ആളാകണം, മൃദുല സ്വഭാവക്കാരനാകണം. കാരണം ദഅവത്തിലൂടെ ഒരു ദായി ഉദ്ദേശിക്കുന്നത് അപരനെ, പ്രബോധിതനെ ഈ ഹക്കിലേക്ക് കൊണ്ടുവരിക എന്നതാ. ആ ഹക്കിലേക്ക് കൊണ്ടുവരാൻ അവൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നമ്മൾ പരിശു സ്വഭാവക്കാരനായി കഴിഞ്ഞാൽ, കഠിന ഹൃദയനായി കഴിഞ്ഞാൽ നമ്മുടെ വാക്കുകൾ കേൾക്കാൻ ആൾക്കാരുണ്ടാകുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു പറയുന്നുണ്ട്, ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും. അള്ളാഹുവിൻ്റെ ഏക കാരുണ്യം കൊണ്ട് മാത്രമാണ് പ്രവാചകരെ അങ്ങേക്ക് ഇവരോട് ലോലമായി പെരുമാറാൻ സാധിക്കുന്നത്. വലൗ കുൻത ഫല്ലൻ ഗലീലൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക്. ഓ പ്രവാചകരെ, അങ്ങങ്ങാനം കഠിന ഹൃദയനും പരുഷ സ്വഭാവക്കാരനുമായിരുന്നുവെങ്കിൽ താങ്കൾക്ക് ചുറ്റും ഈ സഹാബക്കൾ ഇരിക്കുമായിരുന്നില്ല, അവർ വിട്ടേച്ചു പോയേനെ. ഒരു ദായി പരുഷ സ്വഭാവക്കാരനാകാൻ പാടില്ല, കഠിന ഹൃദയനാകാൻ പാടില്ല, മൃദുല സ്വഭാവക്കാരനാണ്, റിഫ്ക്കുള്ള ആളാകണം. അതേപോലെ തന്നെ പ്രബോധനം ചെയ്യുന്നവരോട് നസീഹത്തുള്ള ആളാവണം. അയാൾ നന്മയിലേക്ക് വരണമെന്ന ഏറെ ആഗ്രഹമുള്ള ആളാകണം. ഒന്നാമത്തെ പ്രവാചകൻ നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം, അദ്ദേഹത്തെ സമൂഹം മൊത്തം ഒറ്റപ്പെടുത്തി, കുറ്റപ്പെടുത്തി, കളിയാക്കി, വിഡ്ഢിയാണെന്ന് വരെ ആരോപിച്ചു, പൊട്ടനാണെന്ന് വരെ കളിയാക്കി പറഞ്ഞു. അപ്പോഴും നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞത്, എനിക്ക് പൊട്ടത്തരൊന്നുമില്ല, എനിക്ക് മണ്ടത്തരൊന്നുമില്ല, ഉബല്ലിഗുക്കും റിസാലത്തി റബ്ബി, റിസാലാത്തി റബ്ബി, ഞാൻ എൻ്റെ റബ്ബിൻ്റെ സന്ദേശങ്ങൾ എനിക്ക് എത്തിച്ചേരുന്നു, അത്രയേ ഉള്ളൂ. വഅന ലക്കും നാസിഹുൻ അമീൻ, വഅന ലക്കും നാസിഹുൻ അമീൻ. ഏറെ വേദനിപ്പിക്കുന്നൊരു വേർഡാണത്. ഈ ആയത്ത് ഓതുമ്പോഴൊക്കെ എനിക്ക് സങ്കടം വരാറുണ്ട്, എനിക്ക് കരച്ചിൽ വരാറുണ്ട്. കാരണം നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം 950 വർഷക്കാലം ദഅവത്ത് ചെയ്തിട്ട് സമൂഹം കളിയാക്കി, ഒറ്റപ്പെടുത്തി, നൂഹിനെ പൊട്ടനും മണ്ടനുമാക്കി, വിവരമില്ലാത്തവനാക്കി, തരംതാഴ്ന്നവനാക്കി പിന്തള്ളിയിട്ടും നൂഹിനെ പറയണു, ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി വഅന ലക്കും നാസിഹുൻ അമീൻ. ഓ ജനങ്ങളെ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനും ഗുണകാംക്ഷയുള്ള ആളുമാണ്, ഞാൻ നിങ്ങൾക്ക് നസീഹത്തുള്ള ആളാണ്, ഞാൻ അമീനാണ്. വഅന ലക്കും നാസിഹുൻ അമീൻ. അങ്ങനെ ആ പ്രവാചകന് പറയാൻ പറ്റണമെങ്കിൽ ക്ഷമയുടെ അങ്ങേയറ്റത്തുള്ള, ഉമ്മത്തിനോട് ഏറെ കൃപയുള്ള, സമൂഹം ഹിദായത്തിലേക്ക് വരണമെന്ന് ഏറെ ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് മാത്രമേ വഅന ലക്കും നാസിഹുൻ അമീൻ എന്ന വേർഡ് പറയാൻ പറ്റുള്ളൂ. ഉബല്ലിഗുക്കും റിസാലാത്തി റബ്ബി വഅന ലക്കും നാസിഹുൻ അമീൻ. അതേ പ്രിയമുള്ളവരെ, ദായി നാസിഹുൻ അമീനുമാകണം, മറ്റുള്ളവരോട് കൃപയുള്ള ആളാകണം, അവരെ ഹക്കിലേക്ക് വരാൻ വേണ്ടി ക്ഷമയോടെ കൂടെ കൂട്ടുന്ന, അവരുടെ ഹൈർ ഷർറുകൾ ശ്രദ്ധിച്ചുകൊണ്ട് അവരുടെ കൂടെ നിൽക്കുന്ന ആളാകണം. ഒരിക്കലും എന്നാ നീ പോയിക്കോ, എന്നാ നീ നശിച്ചോ, നീ പോയി തൊലഞ്ഞോ, എൻ്റെ കാര്യം ഞാൻ നോക്കൂല എന്ന് പറഞ്ഞ് ഇട്ടേച്ച് പോകരുത്. പിന്നീട് അവരെ കൈപിടിക്കാൻ വേറൊരാൾ ഉണ്ടായിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് തന്നെ ഒന്നാമത്തെ പ്രവാചകൻ നൂഹിന് വേണ്ടി വാക്ക് നമ്മളും കാണാതെ പഠിക്കണം. വഅന ലക്കും നാസിഹുൻ അമീൻ, ഞാൻ നിങ്ങൾക്ക് വിശ്വസ്തനായ ഗുണകാംക്ഷിയാണ് എന്നുള്ള വേർഡ് അത് പഠിച്ചു വെക്കണം. അതേപോലെ തന്നെ പ്രിയമുള്ളവരെ, ലാസ്റ്റ് നമ്മൾ ദഅവത്ത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട വളരെ മുഖ്യമായ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ദഅവത്ത് ചെയ്യുമ്പോൾ മുൻഗണനാക്രമം ശ്രദ്ധിക്കണം. എന്തിലേക്കാണ് ദഅവത്ത് ചെയ്യേണ്ടത് എന്ന് നമ്മൾ ആദ്യം ശ്രദ്ധിക്കണം. ആരെയാണ് ദഅവത്ത് ചെയ്യുന്നത് എന്നതുപോലെ തന്നെ പ്രധാനമാണ് എന്തിലേക്കാണ് എന്നുള്ളത്. ഇന്ന് സമൂഹം അധപ്പതനത്തിൽ നിന്നും അധപ്പതനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ്. ലഹരിയിൽ ഒരുപാട് പേർ, ശിർക്കിലും കുഫറിലും വേറെ ഒരുപാട് പേർ, അങ്ങനെ വ്യത്യസ്ത ദുർമാർഗങ്ങളിൽ തെരഞ്ഞെടുത്തുകൊണ്ട് സമൂഹം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നാം ക്ഷണിക്കേണ്ടത് എന്തിലേക്ക് എന്നുള്ളത് നാം ഏറെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇന്ന് പ്രബോധകർ എന്ന് പറഞ്ഞ് രംഗത്ത് വന്ന പലരും ദഅവത്തിൻ്റെ അടിസ്ഥാനം മറന്നുകൊണ്ടുള്ള പ്രബോധനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രവാചകന്മാരുടെ ദഅവത്ത് വിട്ടുകൊണ്ടുള്ള പ്രബോധനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആദ്യം ദഅവത്ത് ചെയ്യേണ്ടത് തൗഹീദിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്, അള്ളാഹുവിലേക്കാണ്. അതാണ് പ്രവാചകന്മാരുടെ ദഅവത്ത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിലേക്ക് ദായിയായിട്ട് നിയോഗിച്ചയച്ചപ്പോൾ, പറഞ്ഞയച്ചപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഇന്നക തഖ്ദമു അലാ ഖൗമിൻ അഹ്ലി കിതാബിൻ ഫൽയകുൻ അവ്വല മാ തദ്ഉഹും ഇലൈഹി ഷഹാദത ലാ ഇലാഹ ഇല്ലല്ലാഹ്. നീ പോകുന്നത്
വേദഗ്രന്ഥം നൽകപ്പെട്ട അഹ്ലി കിതാബിലേക്കാണ്. ഫൽതകുൻ അവ്വല മാ തദ്ഉഹും ഇലൈ, നീ ക്ഷണിക്കുന്ന ആദ്യത്തേത് ഷഹാദത്തു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്നി റസൂലുള്ളാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദ് റസൂലുള്ളാഹിയാവട്ടെ. അതവർ അംഗീകരിച്ചാൽ നീ അടുത്ത നിസ്കാരം പറഞ്ഞു കൊടുക്കുക. അതവർ അംഗീകരിച്ചാൽ അവർക്ക് സക്കാത്ത് ഉണ്ടെന്ന് പറഞ്ഞു കൊടുക്കുക. അങ്ങനെയാണ് മുൻഗണനാക്രമം. ആദ്യം ദാവത്ത് ചെയ്യേണ്ടത് എന്തിലേക്കാണ്, ആദ്യം തിരുത്തേണ്ടത് എന്തിലേക്കാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് നല്ല ബോധമുണ്ടാകണം. ഇൻഷാ അല്ലാഹ് അതൊക്കെ നിങ്ങൾക്ക് ദാവരംഗത്ത് ഇറങ്ങുമ്പോൾ തിരിയുന്ന കാര്യങ്ങളാണ്. പലരും ദാവത്ത് രംഗത്ത് ഇറങ്ങുമ്പോൾ ഈ വക കാര്യങ്ങൾ ശ്രദ്ധിക്കാറില്ല. പലരും പറയാറുള്ളത് തന്നെ തൗഹീദ് കൊണ്ടണ്ട, തൗഹീദ് പറഞ്ഞാലാണ് ഉമ്മത്ത് ഭിന്നിക്കുക, ശിർക്കിനെതിരെ പറയണ്ട, ശിർക്കിനെതിരെ പറഞ്ഞാലാണ് ഉമ്മത്ത് ഭിന്നിക്കുക, സുന്നത്തും ബിദഅത്തൊന്നും പറയണ്ട. നമ്മളൊക്കെ ഐക്യപ്പെടണം. തൗഹീദിലാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്. ശിർക്കിന്റെ പേരിലാണ് നമ്മൾ ഭിന്നിക്കേണ്ടത്. സുന്നത്തിലാണ് നമ്മൾ ഐക്യപ്പെടേണ്ടത്. ബിദഅത്തിന്റെ പേരിലാണ് നമ്മൾ ഭിന്നിക്കേണ്ടത്. ബിദഅത്തിന്റെ പേരിൽ ഐക്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഐക്യം നമുക്ക് വേണ്ട. ശിർക്കില്ലാതെ, ശിർക്കിനെതിരെ സംസാരിക്കാത്ത, തൗഹീദിന് വേണ്ടി ശബ്ദിക്കാത്തൊരു ഐക്യം നമുക്ക് വേണ്ട. ആ ഐക്യത്തെക്കാൾ ഉത്തമം ഒറ്റക്ക് മാറി നിൽക്കല. ഇന്നത്തെ ആൾക്കാർ അങ്ങനെയാണ്. ഓ സലഫികളെ, നിങ്ങൾ തൗഹീദി പ്രഭാഷണം ഒന്ന് നിർത്തോ, ഉമ്മത്തിനെ ശിർക്ക് ആരോപിക്കുന്ന ഒന്ന് നിർത്തോ, സുന്നത്തിലേക്കുള്ള ക്ഷണമെന്ന് നിർത്തോ, ബിദഅത്ത് ആരോപിക്കുന്നത് നിർത്തോ. ഇന്ത്യ ആരൊക്കെ കൊണ്ടുപോകും? മുസ്ലിമുകൾ ഛിന്ന ഭിന്നമാകും. ഒറ്റ രാഷ്ട്രീയത്തിൽ, ഒറ്റ ഐക്യത്തിൽ നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. എങ്ങോട്ടാണ് പോകേണ്ടത്? ഈ മുന്നോട്ട് എങ്ങോട്ടേക്കാണ്? നരകത്തിലേക്കാണ്. നമ്മുടെ മുന്നോട്ടുള്ള പോക്ക് സ്വർഗത്തിലേക്കാകണം. അത് തൗഹീദ് കൊണ്ടേ പറ്റൂ, അത് സുന്നത്ത് കൊണ്ടേ പറ്റൂ. ശിർക്ക് കൊണ്ട് പറ്റുകയില്ല, ബിദഅത്ത് കൊണ്ട് പറ്റുകയില്ല. ശിർക്കിന്റെ മുന്നോട്ടുള്ള പോക്ക് നരകത്തിലേക്കാണ്, ബിദഅത്തിന്റെ മുന്നോട്ടുള്ള പോക്ക് നരകത്തിലേക്കാണ്. അതുകൊണ്ട് തന്നെ ശിർക്കിന്റെ അഹ്ലുകാരോട് ഒരു സന്ധിയില്ല, ബിദഅത്തിന്റെ അഹ്ലുകാരോട് സന്ധിയില്ല, സമരമാണ് അവരോട്. നാം ദഅവത്ത് ചെയ്യേണ്ട തൗഹീദിലേക്കാണ്. ഒന്നാമതായും രണ്ടാമതായും മൂന്നാമതായും നമുക്ക് ദഅവത്ത് ചെയ്യാനുള്ള തൗഹീദിലേക്കാണ്, ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്കാണ്. അള്ളാഹു മാത്രമാണ് വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ അർഹൻ. അള്ളാഹ്ക്ക് മാത്രമാണ് നേസ വഴിപാടുകൾ. അള്ളാഹു അല്ലാത്തൊരു വ്യക്തിയോ, അള്ളാഹു അല്ലാത്തൊരു ശക്തിയോ, അള്ളാഹു അല്ലാത്തൊരു വസ്തുവോ ആരാധിക്കപ്പെടാൻ പാടില്ല, സുജൂദ് ചെയ്യപ്പെടാൻ പാടില്ല, വിളിച്ച് പ്രാർത്ഥിക്കപ്പെടാൻ പാടില്ല, ഇസ്തിഗാസ ചെയ്യപ്പെടാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരുടെ പേരിൽ ഉറൂസ് നടത്തപ്പെടാൻ പാടില്ല, നേർച്ച വഴിപാടുകൾ ഉണ്ടാകാൻ പാടില്ല, അറുക്കപ്പെടാൻ പാടില്ല. അതിനുവേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാലും ഈ ആദർശത്തിൽ നിന്നും വിട്ടു നിൽക്കുന്ന പരിപാടിയില്ല. ഈ ആദർശം മാറ്റിവെച്ചുകൊണ്ട് ഒരു ഐക്യവും നമുക്ക് വേണ്ട. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയായാലും ശരി, ഏത് രാഷ്ട്രീയ പ്രവർത്തനമായിരുന്നാലും ശരി, തൗഹീദ് മാറ്റിക്കൊണ്ടുള്ള, അടിസ്ഥാന ആദർശം മാറ്റിവെച്ചുകൊണ്ടുള്ള ഒരൈക്യവും നമുക്ക് വേണ്ട. നമുക്ക് ആദ്യത്തെ ദഅവത്ത് തൗഹീദാണ്, ആദ്യത്തെ പ്രഖ്യാപനം തൗഹീദാണ്. തൗഹീദിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത്, തൗഹീദിന് വേണ്ടിയേ നമ്മൾ മരിക്കൂ. തൗഹീദിനല്ലാത്തൊരു മരണം, ഒരു രക്തസാക്ഷ്യം നമുക്ക് വേണ്ടതില്ല. അതേപോലെ തന്നെ സുന്നത്തനുസരിച്ചുള്ള ജീവിതമാണ് നമുക്ക് വേണ്ടത്. സുന്നത്താണ് നടപ്പിലാക്കപ്പെടേണ്ടത്. പ്രവാചകൻ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം പിൻപറ്റപ്പെടണം, ഫോളോ ചെയ്യപ്പെടണം. അതല്ലാത്ത ഒരു ഫോളോ ചെയ്യപ്പെടുന്ന നേതാവ് നമുക്ക് വേണ്ട. ബിദഅത്തുകളോട്, ബിദഅത്തിന്റെ ആൾക്കാരോട് ഒരു സന്ധി, ഒരു ലയനം നമുക്കില്ല. അത് അഖറബുന്നാസായാലും ശരി, ബിദഅകളോടും ബിദഅത്തിന്റെ ആൾക്കാരോടും സന്ധിയില്ലാ സമരമാണ് നമ്മുടെ ദഅവത്ത്. അതങ്ങനെ തന്നെ പോകണം. അതെ, തൗഹീദ് സാക്ഷാത്കരിക്കപ്പെടണം, സുന്നത്ത് സ്ഥാപിക്കപ്പെടണം. തൗഹീദിന്റെയും സുന്നത്തിന്റെയും ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കേണ്ടതുണ്ട്. അതിനുവേണ്ടി പണിയെടുക്കേണ്ട ആൾക്കാരാണ് നമ്മൾ ഓരോരുത്തരും. ഒരുപാട് സഹിക്കേണ്ടി വരും, പലതും ത്യജിക്കേണ്ടി വരും. മക്കളെ, സഹിക്കാനും ത്യജിക്കാനും നമ്മൾ തയ്യാറാകണം. ഒറ്റപ്പെടും, കുറ്റപ്പെടുത്തപ്പെടും, മാറ്റി നിർത്തപ്പെടും. ഒന്നും വിലക്കെടുക്കരുത്, ഒന്നും തന്നെ നമ്മുടെ മനസ്സിൽ കയറ്റരുത്. തൗഹീദിന് വേണ്ടി ശബ്ദിക്കാൻ, സുന്നത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ നമ്മളാകുന്ന കുറച്ച് സംഘങ്ങൾ മാത്രമേ ഉള്ളൂ. ഭൂരിപക്ഷവും തൗഹീദ് വിഷയമില്ലാത്തവരാണ്, ശിർക്ക് പ്രശ്നമല്ലാത്തവരാണ്, സുന്നത്തിനെ കാര്യമാക്കാത്തവരാണ്, ഹബീബിന്റെ സുന്നത്തിന്റെ മേലെ കരിവാരി തേക്കുന്നവരാണ്. അവിടെ കൂടെ കൂടിയിട്ടൊരു ലയന സമ്മേളനമില്ല, ഒരു ഐക്യമില്ല. ഒറ്റപ്പെട്ടാലും ശരി, കുറ്റപ്പെടുത്തപ്പെട്ടാലും ശരി, ക്രൂശിക്കപ്പെട്ടാലും ശരി, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂദർ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതുപോലെ, നിന്റെ കൈ ഛേദിക്കപ്പെട്ടാലും ശരി, നിന്റെ കാല് ഛേദിക്കപ്പെട്ടാലും ശരി, നിന്റെ തല ഛേദിക്കപ്പെട്ടാലും ശരി, നിന്നെ പിടിച്ചൊരു കുരിശിലേറ്റപ്പെട്ടാലും ശരി, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ഈ ആദർശത്തിൽ നീ പിന്നോട്ട് പോകാൻ പാടില്ല. അതേ പ്രിയമുള്ളവരെ, അത് തന്നെയാണ് നമ്മുടെ ആദർശം. അതുകൊണ്ട് നമ്മുടെ ഈ ദഅവത്ത് തൗഹീദിലേക്കുള്ള ദഅവത്താണ്. നമ്മുടെ പഠനം അതിലേക്ക് ക്ഷണിക്കാനുള്ളതാണ്, നമ്മുടെ പ്രവർത്തനം അതിനു വേണ്ടിയുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ
ഈ ഉമ്മത്തിനെ പഠിപ്പിച്ച റസൂലുള്ള ചെയ്ത റസൂലുള്ളാഹിക്ക് മുമ്പ് കഴിഞ്ഞു പോയവരെല്ലാം ചെയ്ത ദാവത്ത് ഈ ദാവത്താണ്. ഈ ദാവത്തിന്റെ ദായിമാരാകാൻ, ഈ ദാവത്തിന്റെ ഉത്തരവാദികളാകാൻ, ഈ ദാവത്തിന്റെ ആൾക്കാരാകാൻ നമുക്ക് സാധിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. കേട്ടതിലും പറഞ്ഞതിലും ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ശിഷ്ടകാല ജീവിതം അല്ലാഹുവിനെ അനുസരിച്ചും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ പിൻപറ്റിയും ജീവിക്കാൻ അല്ലാഹു നമുക്ക് എല്ലാവർക്കും നല്ല തൗഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. اقول قولي هذا استغفر الله لي ولكم ولجميع المسلمين.